ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച്. ഷുഹൈബ് ഒളിവിലാണെന്നാണ് സൂചന. ഷുഹൈബിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. അഭിജിത്ത്, അധ്യാപകരിൽ നിന്ന് മൊഴിയെടുത്തു. ഈ MS സൊല്യൂഷൻ CEOയെ പോലീസ് തിരയുകയാണോ? ഷുഹൈബ് ഒളിവിലാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഏത് ദിശയിലാണ്? ഗോപി, കഴിഞ്ഞ ദിവസമാണ് കൊടുവള്ളിയിലുള്ള MS സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന നടന്നത്. ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഹാർഡ് ഡിസ്കുകളും ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തിരുന്നു. ഒപ്പം തന്നെ ഷുഹൈബിന്റെ വീട്ടിലും ഒരു പരിശോധന നടന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. പക്ഷേ ഷുഹൈബ് ഒളിവിലാണ് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് തന്നെ നമുക്ക് നൽകുന്ന സൂചന. ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഇതിന്റെ ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയുടെ ചുരുളഴിയണമെങ്കിൽ ഷുഹൈബിനെ കസ്റ്റഡിയിലെടുക്കേണ്ടതുണ്ട്, ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഏത് രീതിയിലുള്ള ചോർച്ചയാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വിവരം ലഭിക്കുക, ക്രൈംബ്രാഞ്ചിന് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമാണ്. പക്ഷേ ഷുഹൈബ് ഒളിവിലാണ് എന്നുള്ള വിവരം ക്രൈംബ്രാഞ്ച് നമ്മളുമായി പങ്കുവയ്ക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ പിടിച്ചെടുത്ത ഹാർഡ് ഡിസ്കുകളും ഒപ്പം തന്നെ ലാപ്ടോപ്പും ഒക്കെ പോലീസ് ഒരു പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ആ പരിശോധനയിൽ ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട ഒരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു തുമ്പിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് ഇവയൊക്കെ അയക്കുമെന്നുള്ള കാര്യമാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഈ ഷുഹൈബിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഏത് രീതിയിലുള്ള ചോർച്ചയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടായത്, അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന തരത്തിലുള്ള ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക്, അങ്ങനെയുള്ള ഒരു അന്തിമമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് ക്രൈംബ്രാഞ്ചിന് എത്തണമെങ്കിൽ MS സൊല്യൂഷൻസിന്റെ CEOയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ക്രൈംബ്രാഞ്ച് തുടങ്ങാൻ പോവുകയാണ്.